ചേട്ടാ ഇതിൽ വയലൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇല്ല, കാണുന്നുണ്ട്. വയലൻസ് ഇല്ല. അതെ, ഒട്ടുമില്ല വയലൻസ്. നമുക്ക് ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് എപ്പോഴും തെറി കേൾക്കുന്നു, അടി കൊള്ളുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നാട്ടുകാരുടെ പരിഹാസം കേൾക്കുന്നു. ആ കുട്ടി എങ്ങനെയാണ് ഈ ലോകത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നത്? പലപ്പോഴും ഞാൻ പറയുന്ന കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്ന് ഞാൻ പറയുന്നത്. കാരണം കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടാകുന്നത്. എനിക്ക് ദൈവത്തോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ പേരിൽ പൈസ വാങ്ങുന്ന, ദൈവത്തിൻ്റെ പേരിൽ അഹങ്കാരിക്കുന്ന മനുഷ്യരോടൊന്നും എനിക്ക് വലിയ താല്പര്യം. നമ്മളെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ശബരിമലയിൽ പോയി പോകുമ്പോൾ ഈ അറസ്റ്റിലാക്കപ്പെട്ട ഒരു തന്ത്രിയുണ്ട്. ആ തന്ത്രി 500,000 രൂപ വാങ്ങുമ്പോൾ ഭയങ്കര ബഹുമാനത്തോടു കൂടി കാണും. 10 രൂപ കൊടുത്ത പുച്ഛമാണ്. സുപ്രീം കോടതിയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷം ഒഴികെ എല്ലാവരും സ്ത്രീകൾ കയറരുത് എന്ന് ഒരു കുറ്റബോധവും ഇല്ലാതെ സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പോലും ആലോചിക്കാതെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാക്ഷ്യമാണ്? വിശ്വാസത്തെ ചോദ്യം ചെയ്യും. എന്താണ് വിശ്വാസം? ആരാണ് വിശ്വാസം ഉണ്ടാക്കിയത്? വിശ്വാസം എല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഏതെങ്കിലും ഒരു വിശ്വാസം ദൈവം ഉണ്ടാക്കിയ എന്തെങ്കിലും തെളിവുണ്ട്? പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലോകം ശോകമാണ്, ദുഃഖപൂർണ്ണമാണ് ലോകം. മരണവംശം, ഉള്ളാൾ, ജാനകി ഉണ്ടാക്കിയ കഥ എന്നീ പുസ്തകങ്ങളുടെ എഴുത്തുകാരനായ പ്രിയപ്പെട്ട PV ഷാജികുമാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം ചേട്ടാ. സന്തോഷം. ഈ നമ്മൾ മരണവംശം എടുക്കുമ്പോൾ ഇത് 2 കുടുംബങ്ങളുടെ കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു കുടുംബത്തിൻ്റെ കഥയായിട്ടാണോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ആത്മപരിശോധനയായിട്ടാണോ കാണേണ്ടത്? എന്തായിട്ടാണ് അഞ്ചനക്ക് തോന്നിയത്? എനിക്കിതൊരു 2 കുടുംബത്തിൽ നിന്നും ആ ഒരു നാട്ടിലേക്കും ഇതൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ അതിനൊരു കൺസീവ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2 കുടുംബങ്ങളുടെ കഥയാണ്. കുടുംബം, സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങൾ ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബങ്ങളല്ലാതെയുള്ള ആളുകളും കൂടി ചേർന്നൊരു പരിപാടിയാണല്ലോ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫാമിലീസിലൂടെ, 2 കുടുംബങ്ങളിലൂടെ ആ കാലത്തിൻ്റെ സമൂഹത്തെ ആഖ്യാനിക്കാനുള്ള ശ്രമമാണ് മരണവംശം. അപ്പോൾ അത് രണ്ടും ആ ചോദ്യത്തിൽ തന്നെ ഇതിൻ്റെ ഉത്തരവുണ്ട്. ഓക്കെ ചേട്ടാ, നമ്മളിപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ആ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ടി വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എഴുത്തിൻ്റെ സമയത്ത് ചേട്ടൻ ഇത് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ മുമ്പ് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും, ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ള തിരക്കഥകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും, എന്നെ മാനസികമായും ശാരീരികമായിട്ടും ആഖ്യാനവേളയിൽ തകർത്ത് കളഞ്ഞ ഒരു പുസ്തകമാണ് മരണവംശം. കാരണം അതിലെല്ലാ മനുഷ്യരും ദുരന്തം തീർന്നവരാണ്, എല്ലാ മനുഷ്യരും നിസ്സഹായരാണ്, മിക്ക മനുഷ്യരും പല കാരണങ്ങളാൽ മരണത്തിലേക്ക് യാത്രയാവേണ്ടി വന്നവരാണ്. അപ്പോൾ മനുഷ്യരുടെ മാത്രമല്ല, അതിൽ ജീവജാലങ്ങളുണ്ട്, പ്രകൃതിയുണ്ട്. അപ്പോൾ ഈ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും മനസ്സിലൂടെ ഒരു യാത്ര സ്വാഭാവികമായിട്ടും എഴുതുമ്പോൾ എഴുത്തുകാരി നടത്തും, എഴുത്താൾ നടത്തും. അപ്പോൾ ആ സമയത്ത് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്തിരിക്കും. അവരായിട്ട് നമ്മൾ മാറിയേക്കാം. അവരുടെ സങ്കടങ്ങൾ ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളായി മാറാം. പക്ഷെ പ്രത്യക്ഷത്തിലത് നമ്മൾ പുറത്ത് കാണിച്ചെന്ന് വരില്ല. പക്ഷെ അത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് ആഖ്യാന വേളയിൽ, അല്ലെങ്കിൽ നമ്മളത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ടുള്ള, ഞാൻ ഇവിടെയല്ല നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ട്. അത് എല്ലാ എഴുത്തുകാർക്കും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു നറേഷൻ നമ്മൾ നിർവഹിക്കുമ്പോൾ പെയിൻഫുള്ളായിട്ടുള്ള ഒരു മാനസിക ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടും എഴുത്തുകാർ. അത് വൈകാരികത കൂടിയ ഒരു എഴുത്തുകാരനാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പവർ അത്രയും കൂടും. മരണവംശത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കഥകളിൽ ചില കഥകളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു മൊത്തം എഴുതിയ കഥകൾ മരണവംശമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മരണവംശത്തിലെ മറ്റ് കഥകൾ, എഴുതിയ കഥകളിൽ 8ഓളം കഥാസമാഹാരങ്ങൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലെ മിക്ക കഥകളും ഇത്തരത്തിലുള്ളൊരു മാനസികമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടില്ല. മരണവംശം അങ്ങനൊരു സംഭവം എനിക്ക് തന്നു. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ഓവർകം ചെയ്യുക എന്ന് വെച്ചാൽ, അത് ഒരു ഘട്ടത്തിൽ ഞാൻ നോവല് ഒരു 70% എഴുതി കഴിഞ്ഞ ശേഷം ഇത് നടക്കൂല, ഇത് പരിപാടി എന്നെയും കൊണ്ടേ പോകും നമുക്ക് തോന്നുമല്ലോ. അങ്ങനെയുണ്ട് ആർട്ടിന്, അങ്ങനെ നമ്മളെ നിർത്തിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് ബോധ്യമായത്.
അപ്പോൾ ഞാൻ 70% എഴുതി കഴിയുമ്പോൾ ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് നിർത്തി വെച്ചതാണ്. പക്ഷേ അത് നിർത്തി വെച്ചിട്ട് എനിക്ക് സമാധാനമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാരണം ആ കഥാപാത്രങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടല്ലോ. അവർ ഇപ്പോൾ ഭാസ്കരനായാലും ചന്ദ്രനായാലും രമണിയായാലും ജാനകിയായാലും കുഞ്ഞമ്മാറായാലും വള്ളിച്ചയായാലും എല്ലാ ക്യാരക്ടേഴ്സും പിന്നെ ചിരുകണ്ഠൻ പിന്നെ പോരുകോഴിയായാലും അവരൊക്കെ ഉള്ളിലുണ്ട്. അവരിങ്ങനെ എല്ലാം പാവങ്ങളാണ് ബേസിക്കലി. പല കാരണങ്ങൾ കൊണ്ട് വില്ലനാക്കപ്പെടുകയും വില്ലത്തികളാക്കപ്പെടുകയും നായകരാക്കപ്പെടുകയും പ്രതികളാക്കപ്പെടുകയും ഇരകളാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവർ എങ്ങനെ പോവില്ല എന്ന് ബാധ പോലെ ഉള്ളിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എഴുതി തീർത്തേ മതിയാവുന്നില്ല. രണ്ടാം ഘട്ടം വരുന്നു. അങ്ങനെയാണ് ഞാനത് പൂർത്തീകരിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്ക് രണ്ടാഴ്ച കാലത്തോളം ഉറക്കുണ്ടായിരുന്നില്ല. രാത്രി ഉറക്കില്ല. രാത്രി ആ സമയത്ത് വൈഫിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ, വെക്കേഷൻ്റെ സമയമായതുകൊണ്ട്. അപ്പോൾ രാത്രി ഉറക്കില്ല, ഞാൻ വിട്ടു നോക്കിയിട്ട് കിടക്കും ബാക്കി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും. പിന്നെ അത് അങ്ങനെ പോയി. പിന്നെ തിരുത്തുന്ന വേളയിൽ അത്ര കണ്ട് നമ്മളത് പ്രശ്നമില്ല. തിരുത്തുന്ന ഒരു 13 ഡ്രാഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എഴുത്ത് വേളകളിലും എഴുതി കഴിഞ്ഞിട്ടുള്ളൊരു 2 ആഴ്ചയോളം അതെന്നെ ബുദ്ധിമുട്ടിച്ചത്. പക്ഷെ ആ ബുദ്ധിമുട്ടിക്കൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അത്തരത്തിലുള്ളൊരു അനുഭവ ലോകത്തോടുകൂടിയാണ് കടന്നു പോയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ അത്തരത്തിലുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ആ കഥാപാത്രങ്ങൾ അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നിരാശകളും ഒറ്റപ്പെടലുകളും അപമാനങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ എഴുതുമ്പോൾ എന്നിലേക്കും പല രീതിയിൽ കടന്നു വന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു ആന്തരിക ഫലമായിരിക്കാം അത്തരത്തിലുള്ള ഒരു ആഖ്യാനത്തിൻ്റെ വേളയിലും അതിന് തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേട്ടാ, ഇപ്പം തിരക്കഥകളൊക്കെ എഴുതാറുണ്ട്. തിരക്കഥ എഴുതുന്നതിനെ കുറിച്ചും ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ചെറുകഥ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ നോവലിൽ നോക്കുമ്പോൾ നോവൽ എന്ന് പറയുമ്പോൾ കഥകളും ഉപകഥകളും നിറഞ്ഞൊരു ഭൂമികയല്ലേ നോവൽ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് ചേട്ടൻ ചെറുകഥ എഴുതാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്? നമ്മളിപ്പോൾ ഒരു സവിശേഷമായിട്ടുള്ള ഒരു കഥാസന്ദർഭത്തെ ആവിഷ്കരിക്കുന്നതാണ് ചെറുകഥ. കാരണം മലയാളത്തിൽ ചെറുകഥ മറ്റ് സാഹിത്യ രൂപങ്ങളെ അപേക്ഷിച്ചിട്ട് നോവലായാലും കവിതയായാലും കുറച്ചും കൂടെ മുന്നിലോട്ട് കുറച്ചും കൂടെ മുമ്പിലാണെന്നാണ് ഞാൻ ആസ് എ റീഡർ, വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് എഴുതുന്ന ബുദ്ധിമുട്ട് ഞാൻ കുറേ കഥകൾ എഴുതുന്നുണ്ട്, എനിക്കറിയാം. നമുക്ക് അതിൽ നിന്നൊരു ഒരു വാചകം വാചകം കൊള്ളില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വായനക്കാർ പെട്ടെന്ന് പിടികിട്ടും. ആ വാക്ക് അവിടെ വേണ്ട, അല്ലെങ്കിൽ ആ പ്രയോഗം അവിടെ വേണ്ട, അല്ലെങ്കിൽ ആ ഇമോഷൻ അയാൾ ദീർഘമായി നിശ്വസിച്ചു. ദീർഘമായി നിശ്വസിച്ചു എന്ന് പറഞ്ഞ വാക്ക് ചിലപ്പോൾ അവിടെ ചേരാത്തായിരിക്കും. അത് വായനക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ക്രാഫ്റ്റ് ഭയങ്കര, നമ്മളിപ്പോൾ ഒരു നല്ല വീട് കെട്ടുന്നത് പോലെ, വീട് കെട്ടി പണിത്തികവുള്ള ഒരു വീട് പോലെ അതിങ്ങനെ ക്രാഫ്റ്റ് വേസ് കറക്റ്റായിട്ട് നിൽക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശം സംഭവിച്ചു കഴിഞ്ഞാൽ വായനക്കാർ പിടിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ എനിക്കൊരു കഥ എഴുതാൻ 1.5 മാസം ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ടൊരു കഥ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കഥ എഴുതാൻ 1-2 മാസത്തോളം പണിയെടുത്ത് കഴിഞ്ഞാലും പിന്നീട് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് തന്നെ അത് ഇഷ്ടമില്ലായ്മ തോന്നും. കാരണം ചെറിയൊരു സന്ദർഭം, വലിയ സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നോവൽ അങ്ങനെയല്ല. നോവൽ ഇപ്പോഴും എനിക്ക് നോവൽ എഴുതാൻ ത്രില്ലല്ല, ഇഷ്ടമാണ്. പിന്നെ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു മടി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എഴുതാതിരിക്കുന്നത്. അത് പക്ഷേ നോവൽ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് കഥകളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു ലീനിയർ സ്റ്റോറി പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കഥകൾ, ഇപ്പോൾ മരണവശത്തിൽ അതുണ്ട്. അത് ഒരു 2 പേരുടെ തമ്മിലുള്ള ഈഗോൻ്റെ ഒരു കഥയാണത്. പക്ഷേ അതിൻ്റെ ലെയറായിട്ട് ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന തെറം എന്ന് പറയുന്ന നോവല്, ആ നോവല് ഇപ്പോൾ ദേശാഭിമാനി വാരികയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കടൽ പശ്ചാത്തലത്തിൽ വരുന്ന, ഇത് മരണവശം കാടാണെങ്കിൽ ഇത് കടലാണ്, അടുത്തത് സ്പേസ് ആണ്. 3 ട്രിലോളജി വിഭാഗത്തിലാണ് ഇങ്ങനെ ഇമാജിൻ ചെയ്തിരിക്കുന്നത്. ഇമാജിൻ എന്നല്ല, വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലും അങ്ങനെ കുറേ ഉപകഥകളുണ്ട്. അത് നമുക്ക് എഴുതുമ്പോൾ വരും. അതിങ്ങനെ ഒരാളുടെ കഥ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉപകഥകളായിട്ട് വരും. അപ്പോൾ അതിനൊരു രസമുണ്ട്. അപ്പോൾ എല്ലാ നല്ല നോവലുകളും, എൻ്റെ നല്ല നോവൽ എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല, എല്ലാ നല്ല നോവലുകളിലും അത്തരത്തിൽ ഒരുപാട് ഉപകഥാപാത്രങ്ങളും ഉപകഥകളും ഉണ്ടാവും. അപ്പോഴാണ് അതൊരു സമ്പന്നമാവുന്നത്. ഭാവനാത്മകമായും കഥയുടെ പരിസരം കൊണ്ടും കുറച്ചും കൂടെ കരുത്താർന്നതാവുന്നത് അതിൽ ഉപകഥകൾ വരുമ്പോഴാണ്. കഥ എഴുതുമ്പോൾ നമുക്കങ്ങനെ ഉപകഥകളൊന്നും ചേർക്കാൻ പറ്റില്ല.
അതെ, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അല്ല, ഇതിനും പണിയില്ല എന്നല്ല, പക്ഷെ അത് കുറച്ചും കൂടെ ഭയങ്കര ടൈറ്റായിട്ട് വാക്കുകളിൽ നിന്ന് ഇങ്ങനെ തെന്നി വീഴാതെ ആഖ്യാനിക്കേണ്ട ഒരു പരിപാടിയാണ്. ഓക്കെ. ചേട്ടാ, ഇതിൽ വയലൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇല്ല, കാണുന്നുണ്ട്. വയലൻസ് ഇല്ല. അതെ, ഒട്ടുമില്ല വയലൻസ്. അത് വയലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് നിഷേധിക്കും. നിഷേധിക്കുന്നു. ഇതിൽ വയലൻസ് ഇല്ല. അതായത് അവർക്ക് വയലൻസ് ജീവിക്കാൻ വയലൻസ് വേണ്ടിയുള്ള ഉണ്ടാകുന്ന വെച്ചാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സംഭവിക്കുന്നതാണ് അതിലത്തെ ഓരോ വയലൻസും. അതെ. അത് ഇതിലെല്ലാവരും എല്ലാവരും നിസ്സഹായരാണ്. നിസ്സാരമായിട്ടുള്ള സ്നേഹമൊക്കെ ഉള്ള മനുഷ്യരാണ്, സാധാരണക്കാരായ മനുഷ്യരാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവരുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ പലതരം പ്രയാസങ്ങൾ ഉണ്ടാവുന്നു, പ്രതിസന്ധികൾ ഉണ്ടാവുന്നു. ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ അവർ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാർഗവും ശരിയാവാതെ വരുമ്പോൾ ചിലർ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് പ്രതികാരത്തിൻ്റെയും അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിൻ്റെയും രീതി. അങ്ങനെയാണ് ഞാൻ മരണവശത്തെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതൊരു സ്നേഹത്തിൻ്റെ നോവലായിട്ടാണ്. സ്നേഹമുള്ള മനുഷ്യരുടെ, സ്നേഹം നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ, സ്നേഹം കാരണം പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ, പ്രണയവും സ്നേഹവും അങ്ങനെയാണല്ലോ, സ്നേഹം നിഷേധിക്കപ്പെട്ട. അപ്പൊ അങ്ങനെയാണ് ഞാൻ. അപ്പൊ അതില് വയലൻസ് ഇല്ല. വയലൻസ് ഇല്ലാന്നല്ല, വയലൻസ് നമുക്ക് വയലൻസിന് വേണ്ടിയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അതിപ്പോ എല്ലാ സ്വാഭാവികം വന്ന വയലൻസ്, അതിപ്പോ എല്ലാം നിങ്ങളിപ്പോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലോകത്തിലെ ഏറ്റവും മികച്ച ആഖ്യായികളൊക്കെ വയലൻസ് ഉണ്ട്. ഇപ്പൊ മഹാഭാരതമായാലും വയലൻസ് ഉണ്ട്. മീൻസ് അത് സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. മഹാഭാരതം, രാമായണം, ഹോമറിന്റെ ഇലിയഡ്, ഒഡീസി ഒക്കെ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും, ഗർഷ്യ മാർക്കേസിന്റെ ഏകാന്തയുടെ 100 വർഷങ്ങൾ ഒക്കെ, അതിൽ വയലൻസ് ഇല്ലാതല്ല. പക്ഷെ അത് കടന്നു വരുന്നത് നമുക്ക് കുറച്ച് വയലൻസിൽ ചേർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടല്ല. അതിൽ ആ കഥ ഇങ്ങനെ വരുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന, ഇപ്പോൾ നമ്മളെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു. ഭയങ്കര സ്നേഹത്തിലായിരിക്കും ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ കാമുകനും സ്നേഹത്തിലായിരിക്കും. ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിൽ അടി ഉണ്ടാകുന്നു. അത് ചിലപ്പം ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിട്ട് ഇങ്ങനെ കത്തിപ്പടർന്നിരിക്കും. അതിൻ്റെ പേരിൽ രണ്ടുപേരും പരസ്പരം നശിപ്പിക്കാൻ പകയുമായി ഇറങ്ങിയേക്കാം. പക്ഷെ അപ്പുറത്ത് ഭയങ്കര ഭീകരമായിട്ട് ഭയങ്കര ആഴത്തിലുള്ള സ്നേഹത്തിൽ ജീവിച്ചിരുന്ന രണ്ടുപേരായിരിക്കും. ചേട്ടൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ കലഹം ഉണ്ടാവുന്നത്. അതായത് ചേട്ടൻ പറഞ്ഞു കേട്ടൊരു ഭാഗമാണ് ഞാൻ. അതായത് ഒരാളെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയ മോളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ചിലപ്പോൾ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞ്. അല്ലാതെ എനിക്ക് പലപ്പോഴും സത്യം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ശത്രുക്കളായി നിൽക്കുന്നത് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഏത് പാർട്ടി ആയാലും നമ്മൾ ആ പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്നു, ഒരുപാട് കാലം പാർട്ടിയുടെ കൂടെ ഉണ്ടായ ആളായിരിക്കും. പക്ഷെ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ആ പാർട്ടി ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് അയാളെ അല്ലെങ്കിൽ അവളെ കാണുക. അത് പാർട്ടിയിൽ മാത്രമല്ല, സ്നേഹബന്ധങ്ങളിൽ, നേരത്തെ പറഞ്ഞത് അച്ഛൻ മകൾ വേറെ ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ ജീവിതാന്ത്യം വരെ അച്ഛനോ അമ്മയോ മിണ്ടാത്ത എത്രയോ കേസുകൾ എനിക്കറിയാം. അതേപോലെ സുഹൃത്തുക്കൾ, ഭയങ്കര അടുത്ത സുഹൃത്തുക്കളായിരിക്കും, ചങ്ക് ദോസ്തുക്കളായിരിക്കും. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ പിണങ്ങിപ്പോയ ശേഷം മരണം വരെ മിണ്ടാത്ത ആൾക്കാരുണ്ടാവും. അത് സ്നേഹത്തിൻ്റെ ഒരു സ്നേഹവും പകയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് എനിക്ക് തോന്നി, നക്കവും കുഞ്ഞും പോലെ. അതെപ്പോൾ വേണമെങ്കിലും ശത്രുതയിലേക്ക് തിരിയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളിപ്പോൾ പരിചയമില്ലാത്ത രണ്ടുപേരും ശത്രുക്കളാവുന്ന പോലെയല്ല, അത് ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷെ സ്നേഹിക്കുന്നവർ അകന്നു പോയാൽ, അതിൽ ഫസ്റ്റിലെ വൈലോപ്പിള്ളിയുടെ കവിതയിൽ പറഞ്ഞ സ്നേഹിക്കുന്നവർ അകന്നോ പ്രതിപ്പെട്ടോ വൻപകയോടെ കൂടി മാറി പോകുന്നു കാലം എന്ന് അർത്ഥത്തിൽ ഞാൻ അന്നവരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ പക ഉണ്ടാവും. അത് ഒരേ വയറ്റെന്ന് പറഞ്ഞവരായിരിക്കും. പക്ഷേ ഏട്ടനും അനിയനും അല്ലെങ്കിൽ അനിയത്തിയും ചേട്ടനും ഒക്കെ സ്ഥലത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്നതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെ നാട്ടിലുണ്ട്. ഞാൻ അത്തരത്തിലുള്ള, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ ഉള്ളിലൊരു വേട്ടക്കാലമാണല്ലോ. വേട്ടയിൽ നിന്നാണല്ലോ മനുഷ്യൻ്റെ വേട്ടയാടിയൊക്കെ ജീവിച്ച മനുഷ്യരാണ് നമ്മളൊക്കെ, നമ്മളുടെ പൂർവികർ. അപ്പോൾ ആ വേട്ടയുടെ ഒരു അംശം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പുസ്തകങ്ങൾ വായിച്ചും മനുഷ്യരോട് ഇടപെട്ടും നമ്മളുടെ കൾച്ചർ ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മൾ വേറെ തരത്തിൽ സ്വയം സംസ്കരിച്ച് നമ്മൾ സ്വയം മാറുകയാണ് ചെയ്യപ്പെടുന്നതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം. പിന്നെ കുറേ റൂൾസ് ഒക്കെ കുറച്ചും കൂടെ കാര്യങ്ങൾ. ചേട്ടാ, ഇതിൽ ചന്ദ്രൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, പക ഊട്ടി വളർത്തിയതല്ലേ
ഞാൻ എന്ത് ചെയ്യാനാ. അപ്പൊ ഈ തലമുറകളോളം ഈ പകയും ക്രൂരതയും കൈമാറി വരുന്നതായിട്ട് ആ ആ ആ അങ്ങനെ എന്നിൽ നിന്ന് വന്നതല്ല ആ എൻ്റെ ദുഷ്ടത. അത് എനിക്ക് പലപ്പോഴും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ വയലൻസിലേക്ക് പോകുന്നത്, ഒരാൾ ഒരു കുറ്റവാളിയാവുന്നത്, അല്ലെങ്കിൽ പിന്നെ അയാൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാകുന്നതിനൊക്കെ പിറകിൽ അയാളുടെ ഒരു ഹെറിഡിറ്ററിയും കൂടി ഉണ്ടാവും. ഉം, ഇപ്പോൾ അത് പലർക്കും അത് തെറ്റാണെന്ന് തോന്നാം. ഇപ്പോൾ ഒരു ആൾ ഭയങ്കര മദ്യത്തോടും മയക്കുമരുന്നിനും അഡിക്റ്റഡ് ആവുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉം, അവരുടെ അവർ പിന്നെ വളരുന്ന സാഹചര്യം അല്ലെങ്കിൽ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്ത് അയാളുടെ പൂർവികരിൽ എവിടെയോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മദ്യപാനി ഉണ്ടാവും. ഉം, ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉം, പലരുടെയും നമ്മളുടെ ഒരു പരിചയബലത്തിലുള്ള അനുഭവ പരിസരത്തിലുള്ള പലരുടെയും അനുഭവം വെച്ച് പലരെയും കണ്ട് അവരുടെ ഒരു മുകളിലോട്ടൊക്കെ നോക്കിയപ്പോൾ അത്തരത്തിലൊരു പരിപാടി ഉണ്ട്. അതൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അതിൽ നിസ്സഹായനാണ്. അപ്പോൾ ഒരാളിങ്ങനെ ഭയങ്കര വെറുക്കപ്പെട്ടവനാവുന്നതിന് പിറകിൽ അത്തരത്തിലുള്ളൊരു പൂർവികരെ ഒരു 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 സാധനം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഒരാളും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല. ഉം, നമ്മളിവിടെ ഇപ്പോൾ ഏറ്റവും കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ട്രോമകളാണ് നമ്മളെ ട്രോമ മാത്രമല്ല, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളാക്കി മാറ്റുന്നത്. ഉം. നമ്മളിപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പിന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ആവുന്ന വെച്ചാൽ അയാളുടെ കുടുംബ സാഹചര്യം അങ്ങനെ ആയിരിക്കും. കുട്ടിക്കാലം തൊട്ടേ പല പ്രശ്നങ്ങളുണ്ടാകും. അച്ഛൻ ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കും, അമ്മ ഇൻട്രോവേർട്ട് ആവും. ആ കുട്ടിക്കും ചിലപ്പോൾ വന്നേക്കാം. പിന്നെ നമ്മൾ പതിയെ നമ്മൾ പലരോടും ബന്ധപ്പെട്ട് പലരും പല രീതിയിലും വന്നാണ് അവൻ അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ മാറുന്നുണ്ടാവും. ഉം, പക്ഷെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഭയങ്കരമായിട്ട് കുറ്റപ്പെടലുകളും ഭയങ്കരമായിട്ട് ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി, ഉം, ആ കുട്ടിക്ക് ഈ സമൂഹം ഭയങ്കര വേട്ടക്കാരൻ്റെ മനസ്സാണ്. MT പറയുന്ന പോലെ ഉം. സമൂഹത്തിനൊരു വേട്ടക്കാരൻ്റെ മനസ്സാണെന്ന് തോന്നിയാൽ ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ലല്ലോ. ഇല്ല. നമുക്ക് ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് എപ്പോഴും തെറി കേൾക്കുന്നു, അടി കൊള്ളുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നാട്ടുകാരുടെ പരിഹാസം കേൾക്കുന്നു. ആ കുട്ടി എങ്ങനെയാണ് ഈ ലോകത്തെയും മനുഷ്യരെയും സ്നേഹിക്കുക? അപ്പം അങ്ങനെയൊക്കെയുള്ള അതിപ്പോൾ ഇതിൻ്റെയൊക്കെ എനിക്ക് ഈ ഗുരുനാഥൻ എന്ന് പറയുന്നത് ദസ്തോവസ്കിയാണ്. ഉം. ദസ്തോവസ്കിയുടെ നമ്മൾ കുറ്റവിശിക്ഷയും അല്ലെങ്കിൽ കുറ്റവിശിക്ഷ. കാരമസോവ് ബ്രദേഴ്സ്, അധോതല കുറിപ്പുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യരെങ്ങനെയാണ്. അത് എത്ര വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും എഴുതി വെച്ച്. നമ്മൾ ഒരുപാട് തലമുറയിലോട്ട് പോയില്ലെങ്കിലും കുട്ടികളെ എടുത്താൽ ഇപ്പോൾ ആൻറ്റിയോട് മിണ്ടണ്ട ആ എന്ന് പറഞ്ഞു കൊടുക്കുന്ന വീട്ടുകാരും അതെ, ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ കുഞ്ഞിലെ തൊട്ട് ഇനി മിണ്ടണ്ട, അത് എന്താ കാരണമെന്ന് കുട്ടിക്ക് അറിയത്തില്ല, പക്ഷെ ആ കുട്ടിയുടെ തലയിൽ അത് രജിസ്റ്റർ ആയി വരികയല്ലേ. അതിപ്പോൾ ഈ ആൺകുട്ടികൾ ജനിച്ചാലും പെൺകുട്ടികൾ ജനിച്ചാലും നമ്മളുടെ ഇപ്പോഴും നമ്മളുടെ സൊസൈറ്റി കാണുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. ഉം, പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയെക്കാളും ബെറ്ററാണ് ആൺകുട്ടി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടി. ഉം, അതിപ്പോൾ ഒരു പെൺകുട്ടി ജനിക്കപ്പോൾ തൊട്ട് നമ്മളെ നാട്ടിൻപുറത്തെല്ലാം കണ്ടതാണ്. അങ്ങനെ ആ ഉം, കുട്ടി ആണിനോട് ഭയങ്കര സ്നേഹവും സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും കാണിക്കുകയും, പെൺകുട്ടി അങ്ങനെ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന് കുട്ടിക്കാലം തൊട്ടേ അവളെ കൊണ്ട് അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി എന്തായി സ്വയമേവ തന്നിലേക്ക് തന്നെ ഉള്ളിൽ വിളിഞ്ഞ് അയ്യോ ഞാൻ പെണ്ണായി ജനിച്ചുവല്ലോ എന്ന് സ്വയം സങ്കടപ്പെടുന്ന എത്രയോ കുട്ടികളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി വളരുന്നതോറും അവളുടെ ആത്മവിശ്വാസം കുറയും. ഈ ആണാണെങ്കിൽ ആണത്വത്തിന് എല്ലാ അഹങ്കാരത്തോടും കൂടി വളരുകയും അവൻ കല്യാണം കഴിക്കുകയും ഈ ആണഹന്തയോടുകൂടി സ്വന്തം ഭാര്യയെ നോക്കുകയും ആ ഭാര്യയോട് പെരുമാറുകയും, അല്ലെങ്കിൽ ഭാര്യയോട് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങളോടും. അപ്പോൾ അവനുണ്ടാക്കുന്ന ഒരു ആൺ മേൽക്കോയ്മയിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടല്ലോ. അപ്പം അതൊക്കെ സംഭവിക്കുന്ന റൂട്ട് എവിടെയാണ്? ഫാമിലിയാണ്. അതെ. കാരണം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്ന് ഞാൻ പറയുന്നത്. കാരണം കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടാകുന്നത്. കുടുംബം കൊടുത്തും കൂടി ജനാധിപത്യവൽക്കരിക്കണം എന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സ്ത്രീയെയും പുരുഷനെയും കുടുംബത്തിൽ തുല്യതയോടെ കാണാൻ തുടങ്ങുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ആൺകുഞ്ഞും പെൺകുഞ്ഞും ഒരേപോലെയാണ് എന്ന് ഒരു കുടുംബ വ്യവസ്ഥിതിക്ക് കാണാൻ തുടങ്ങുകയാണെങ്കിൽ ആ കുടുംബം നല്ല രീതിയിലേക്കും പോകും. അങ്ങനെ കുറേ കുടുംബങ്ങൾ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ സമൂഹം കുറച്ചുകൂടി നല്ല സുന്ദരമാവും, കുറച്ചുകൂടി പ്രകാശപൂർണ്ണമാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കരുതെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ ഇന്ന് ഇലക്ഷൻ്റെ ഇലക്ഷനാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി വിധിയിൽ എല്ലാവരും പിന്നെ സർക്കാർ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. സർക്കാർ നിലപാട് മുമ്പേ വളരെ കൃത്യമായി പറയുകയും അത് ശരിയല്ല എന്ന് ഇവിടുത്തെ കുലപുരുഷന്മാരും കുലസ്ത്രീകളും നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷം ഒഴികെ എല്ലാവരും സ്ത്രീകൾ കയറരുത് എന്ന്
ഒരു കുറ്റബോധവും ഇല്ലാതെ സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പോലും ആലോചിക്കാതെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാക്ഷരരാണ്? ഒറ്റ ഡയലോഗിലാണ് പറയുന്നത്, വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്. എന്താണ് വിശ്വാസം? ആരാണ് വിശ്വാസം ഉണ്ടാക്കിയത്? വിശ്വാസം എല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഏതെങ്കിലും ഒരു വിശ്വാസം ദൈവം ഉണ്ടാക്കിയ എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവ്. ഇപ്പോൾ ഞാൻ ഈ നോവലിലൊരു കഥാപാത്രമുണ്ട്, നമ്മളെ കൊരമ്പ. കൊരമ്പ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാക്കിയ ദൈവങ്ങളാണ് അവിടെ ഏർക്കാനിൽ ബ്രാഹ്മണനും മേൽജാതിയിൽപ്പെട്ടവരും മറ്റ് ജാതിയിൽപ്പെട്ടവരും ഒക്കെ കൊണ്ടു നടക്കുന്നത്. ആ കൊരമ്പ എന്ന് പറയുന്ന കഥാപാത്രം വഹിച്ചാണല്ലോ. കൊരമ്പ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഞാനിതിപ്പോൾ ആലോചിക്കുമ്പോഴാണ് സ്വർണ്ണപ്പാളിയുടെ കേസെല്ലാം നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പൊ സ്വർണ്ണപ്പാളിയെല്ലാം കട്ടുകൊണ്ടുപോകുന്ന തന്ത്രിമാരാണ്. ഈ തന്ത്രിമാരുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എത്ര ഭീകരം അറിയൂ. നമ്മളെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ശബരിമലയിൽ പോയപ്പോൾ ഈ അറസ്റ്റിലാക്കപ്പെട്ട ഒരു തന്ത്രിയുണ്ട്. ആ തന്ത്രി 500,000 രൂപ വാങ്ങുമ്പോൾ ഭയങ്കര ബഹുമാനത്തോടു കൂടി കാണും. 10 രൂപ കൊടുത്ത പുച്ഛാണ്. അപ്പം എനിക്ക് ദൈവത്തോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ പേരിൽ പൈസ വാങ്ങുന്ന, ദൈവത്തിൻ്റെ പേരിൽ അഹങ്കാരിക്കുന്ന മനുഷ്യരോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ അമ്പലങ്ങളിൽ പോകാതായത്, നമ്മളെ നാട്ടിലൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പൂജാരിമാർ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇത് തരുമല്ലോ, എന്താ പ്രസാദം, നമ്മളിങ്ങനെ കൈ നീട്ടുമ്പോൾ ഇവർ ഇത്ര ഉയർത്തുന്ന ഇടുക, നമ്മളെ മുകളിലോട്ടാക്കുമ്പോൾ ഇവർ ഇങ്ങോട്ടാക്കും. ദൈവത്തിൻ്റെ ഡിസ്റ്റൻസ്. അപ്പം അന്ന് തൊട്ടിട്ട് ഞാൻ പിന്നെ അമ്പലത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം അത് നമ്മൾ അവിടെ വരുന്നു ദൈവത്തെ കാണാൻ. ദൈവം എന്ന് പറയുന്നത്, ദൈവത്തിന് മുമ്പിൽ മനുഷ്യരെല്ലാം തുല്യരാണ്. പുരോഹിതനായാലും ആരായാലും എല്ലാവരും തുല്യരാണ്. അവരുടെ ഒരു കർമ്മമാണ് ചെയ്യുന്നത്, അതിന് കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന മറ്റെന്താ പറയല് പൈസയാണ് അത് കൊടുക്കുക. അപ്പോൾ അവർക്ക് അത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, അവർക്ക് ടാക്സ് അടക്കണ്ട. നമ്മൾ ജോലി ചെയ്യുന്ന ടാക്സ് അടക്കണം. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതൊന്നും ശരിയല്ല നമുക്ക് തോന്നി തുടങ്ങിയത്. അതെനിക്ക് മുമ്പേ തോന്നി തുടങ്ങി. ഇപ്പൊ അത് കുറച്ചും കൂടെ രൂഢമാക്കുന്നതിൽ വളരെ വ്യക്തമായ പങ്കുവെച്ചാണ് സ്വർണ്ണപ്പാളിയും കൊണ്ടുപോയ തന്ത്രി. പലയിടത്തും പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും കാശുള്ളവനാണ് ഒരു. അതെ കാശുള്ളവൻ്റെ അടുത്തൊന്നും ദൈവം ഇരിക്കില്ല. ദൈവം ഞാൻ പിന്നെ ദൈവത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംസാരിക്കേണ്ടി വരും. വിഷയത്തിൽ അല്ല, ദൈവം ശരി. നമ്മളിപ്പോ മിനിയാന്നൊരു കുഞ്ഞുമോള് മരിച്ച്, 10 മാസം പ്രായമുള്ള. അവര് അപ്പൊ എല്ലാവരും ദൈവം ഞാൻ പറഞ്ഞത്, നമ്മള് ആ കുട്ടി മരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടാണ് ദേഷ്യം തോന്നുന്നത്. 10 മാസം പ്രായമുള്ള മോള്, കുഞ്ഞുങ്ങൾ ദൈവതുല്യരാണല്ലോ. അപ്പോൾ അവർ മരിക്കുമ്പോൾ നമുക്ക് ദൈവമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അപ്പോൾ ഈ ഭയങ്കര ക്രൂരത ചെയ്ത മനുഷ്യരൊക്കെ ഭയങ്കര മനോഹരമായിട്ട് മരിക്കുന്നു, വളരെ സ്വസ്ഥമായിട്ട് 80 വയസ്സെല്ലാം ജീവിച്ച് വളരെ പെട്ടെന്ന് ഒരു അസുഖമില്ലാതെ മരിച്ചു. നല്ല നന്മയൊക്കെ ചെയ്ത് ലോകത്തോട് സത്യസന്ധതയും നേരും നിറയും ഒക്കെ കാണിക്കുന്ന മനുഷ്യരൊക്കെ ഭയങ്കര ദുരന്തത്തിലൂടെ മരിച്ചു പോകുന്നു. അപ്പോൾ ഇതിൽ ആലോചിക്കാൻ നമുക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമില്ല. അതിനൊരു ഡയലോഗ് പറയല്ലേ, ദുഷ്ടന്മാരെ ദൈവം പന പോലെ. അങ്ങനത്തെ ഒരു കാര്യമില്ല. ദുഷ്ടന്മാർ പക്ഷെ നല്ല സ്വസ്ഥമായി മരിക്കും. പന പോലെ വളർത്തുക എന്ന് പറഞ്ഞ വെച്ചാൽ, ദുഷ്ടന്മാർ പന പോലെ വളർത്തുക വെച്ചാൽ, ഈ പന വീഴുമ്പോൾ തലയടിച്ചിട്ടാണ് വീഴുക. അതുകൊണ്ടാണ് അതിന്റെ അപ്പൊ എന്ന് വെച്ചാൽ തലയടിച്ച് വീഴുമ്പോൾ വൻ വീഴ്ചയാണ്. അതാണ് അതിന്റെ ആ പഴഞ്ചൊല്ലിന്റെ പ്രത്യേകത. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ദുഷ്ടരായ മനുഷ്യരൊക്കെ പന പോലെ വളരുകയും നല്ല സ്വസ്ഥമായി മരിക്കുകയും ചെയ്തുതരാം. മരിച്ചവരൊക്കെ എന്താ അറിയോ, ഈ ഭയങ്കര ഭയങ്കര സങ്കടത്തിലും ദുരന്തത്തിലും മരിച്ചവരൊക്കെ പാവങ്ങളാണ്. അതെന്തുകൊണ്ടറിയോ? അവർ കുറ്റബോധമുണ്ടാവും. കുറ്റബോധമുള്ള മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ തകർന്നു വന്നത്. അവരെന്ത് വിചാരിക്കും, നമ്മളിങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പാപമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പരമാവധി നേരിൻ്റെയും നെറിയുടെയും നന്മയുടെയും കൂടെയൊക്കെ നടക്കുന്ന മനുഷ്യരുടെ ജീവിതം മൊത്തം പരാജയമായിരിക്കും, മൊത്തം സങ്കടകരമായിരിക്കും, ദുരിതപൂർണവും. രോഗങ്ങൾ, ആകുലതകൾ, ആദികളൊക്കെ അവരെ എല്ലായ്പ്പോഴും ഉണ്ടാകും. കാരണം അതായത് നമ്മൾ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അതിൻ്റെ സങ്കടത്തിൽ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്രശ്നം ഉണ്ടാകുന്നില്ല, വേറെ എവിടെയെങ്കിലും. ഇപ്പോൾ ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളാണ് മരിച്ച പോലെ എനിക്ക് ആ ഫീലുണ്ട്. കാരണം എനിക്ക് 2 മക്കളുള്ള ആളാണ്. ചെറിയ മോള് 1 വയസ്സായിട്ടുള്ളൂ. അപ്പം എൻ്റെ മോളുടെ പ്രായമുള്ള കുട്ടികളാണ് ഒന്നും അറിയാതെ മരിച്ചു വീഴുന്നത്. അപ്പോൾ അതെൻ്റെ കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തളർന്ന് പോകും. പക്ഷേ ഇത് ഭയങ്കര ദുഷ്ടബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ ഒന്നും ഇവരെ ബാധിക്കില്ല. അവർക്ക് വേറൊരാൾ ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന എത്രയോ മനുഷ്യരായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല സുഖം, അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല. അങ്ങനെയാണ് ലോകത്തിൻ്റെ നിർമ്മിതി. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പലതരം ഭ്രാന്തുകൾ തോന്നും. ആ ഭ്രാന്തൊക്കെ നമ്മൾ എഴുതി വെക്കും. ലോകം ഒട്ടും നല്ലതല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
സുധാകരേട്ടൻ, KV സുധാകരേട്ടൻ എന്ന് പറയുന്ന മരിച്ചുപോയൊരു ബ്രണ്ണൻകോളയിൽ അധ്യാപകനായിട്ടുള്ള ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. സുധാകരേട്ടൻ എഴുതിയൊരു വരിയാണ്, ഈ ലോകം നല്ലതല്ല ചാത്തു എന്ന അർത്ഥത്തിൽ സുധാകരേട്ടൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലോകം ശോകമാണ്, ദുഃഖപൂർണ്ണമാണ് ഈ ലോകം, അല്ലേ? ശരിയല്ലേ? ഉറപ്പായിട്ടും. സന്തോഷമുണ്ട്, പക്ഷേ സന്തോഷത്തിന് അപ്പുറത്ത് തന്നെ ഒരു തൊട്ടടുത്ത് സങ്കടങ്ങൾ ഇങ്ങനെ. സന്തോഷം ഒരു ചാറ്റൽ മഴയാണെങ്കിൽ സങ്കടം ഒരു മലവെള്ള പച്ചലാണ്. ഇടയ്ക്ക് ചെറിയൊരു ആശ്വാസം സന്തോഷമായിട്ട് വരും. അതെ 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 അതെ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പ്രായം കൂടുന്നതനുസരിച്ച് പ്രായം കൂടുന്നതിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. ചേട്ടാ, നമ്മുടെ മരണവംശത്തിലേക്ക് വരുമ്പോൾ ഏർക്കാന എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരു സാങ്കല്പിക ദേശത്തിൻ്റെ കഥയായിട്ടല്ലേ എഴുതുന്നത്. അപ്പോൾ ഈ വടക്കൻ കേരളത്തിൻ്റെ രാഷ്ട്രീയം എത്രത്തോളം ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്? ഈ വടക്കൻ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ പലതര പ്രശ്നങ്ങളും സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ഇഷ്യൂസ് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ടല്ല ഉണ്ടാവില്ല. ഈ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് അല്ല, പൊളിറ്റിക്കൽ തല്ല്, പിന്നെ മറ്റ് തരത്തിലുള്ള ആക്രമണങ്ങൾ, പൊളിറ്റിക്കൽ മാത്രമല്ല സാമൂഹിക പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ വളരെ പേഴ്സണൽ റീസൺ ഉണ്ട്. അതായത് ഭയങ്കര ചിലപ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ചീത്തവിളികളായിരിക്കാം, ചിലപ്പോൾ നിസ്സാരമായ പ്രശ്നത്തിന് പുറത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു കല്യാണ സ്ഥലത്ത് വെച്ചിട്ട് തല്ലുണ്ടായി നമ്മൾ കാണും. അത് പപ്പടമാണ്. പപ്പടത്തിൻ്റെ പേരിൽ തല്ലുണ്ടാകുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് അത്. അപ്പോൾ ഞാൻ ഈ മരണവംശം എന്ന നോവൽ എഴുതുന്ന സമയത്ത് ഇത് ചില സംഭവങ്ങൾ നടന്നതാണ്. അപ്പം അതിൻ്റെ പിറകെ ഒരു യാത്ര പോയിരുന്നു. അപ്പോൾ യാത്ര പോയ സമയത്താണ് എനിക്ക് ഇങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലായത്. അതൊരു വളരെ ചെറിയൊരു പ്രശ്നത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി അത് മാറുകയും ഒരുപാട് കൊലപാതകങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൊരു സംഭവ പരമ്പരയായിരുന്നു അത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ പൊളിറ്റിക്കൽ, നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷെ പല പ്രശ്നങ്ങളും പല കലാപങ്ങളും പല അതിക്രമങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചെറിയ കാരണങ്ങൾ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ യാത്രയുടെ ഭാഗമായിട്ട്. ചേട്ടാ, ഈ കഥ എടുക്കുമ്പോൾ പുരുഷന്മാർ തമ്മിലുള്ള വാശിയിലും വൈരാഗ്യത്തിലും പലപ്പോഴും കൂടുതൽ കഷ്ടപ്പെടുന്നതും അതിൻ്റെ ഇരകളായി മാറുന്നതും സ്ത്രീകളല്ലേ? ആണ്, തീർച്ചയായും. നമ്മൾ ഈ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളാണല്ലോ. യുദ്ധങ്ങൾ അത് മരണവശത്തിലൊരു തരത്തിലുള്ള യുദ്ധമാണല്ലോ ഉണ്ടാകുന്നത്. അതനുഭവിക്കുന്നത് എപ്പോഴും നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അനുഭവിക്കാൻ ഇരിക്കപ്പെടുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളാണ്. അതൊരു സത്യമാണ്. അത് പക്ഷെ ചിലപ്പോൾ ചില സ്ത്രീകൾ, അങ്ങനെ അല്ലാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്, ഇതിന് വാശി കൂട്ടുന്ന സ്ത്രീകളുണ്ട്. ഒരു അടി ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെയധികം പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അത് ഇവർ വിചാരിച്ചാൽ ഒന്നും വളരെ സ്മൂത്തായിട്ട് പോകുമായിരുന്ന പല പ്രശ്നങ്ങളും ഊതി വീർപ്പിച്ച ആളിക്കത്തിച്ചെത്തിയ സ്ത്രീകൾ എനിക്കറിയാം. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, ചുരുക്കമാണ്. പക്ഷേ ഭൂരിപക്ഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ പുരുഷന്മാരാണ്. പക്ഷെ ചില സ്ത്രീകൾ പ്രശ്നങ്ങൾ ആളിക്കത്തിക്കുന്നവരുണ്ട്. അതാണ് മരണവശത്തിലെ. ഈ പുരുഷന്മാർ അവരുടെ ദൗർബല്യം മറയ്ക്കാനായിട്ട് വയലൻസ് ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏറ്റവും ഒരു കാര്യം പറയാം, ഏറ്റവും ഞാൻ ഭയങ്കര ധാർഷ്ട്യക്കാരനാണ്, ഞാൻ ഭയങ്കര പുരുഷത്വം നിറഞ്ഞവനാണ് എന്നൊക്കെ നടക്കുന്ന ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചാൽ മതി, അയാൾ ഭയങ്കര ഭീരായിരിക്കും. അതായത് നമ്മൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മാൻ എന്നൊക്കെ വളരെ വളരെ കൂളായി നടക്കും. ഞാൻ ഭയങ്കര സംഭവമാണ്, എന്നെ ഒന്നും ആർക്കും മുട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട് പ്രകടനപരമായി നടക്കുന്ന മനുഷ്യൻ, ആണിനെ ശ്രദ്ധിച്ചോ, ഭയങ്കര ഭീരുമായിരിക്കും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വയലൻസ് പുറത്ത് കാണിക്കുമ്പോൾ പോലും അവൻ ഒറ്റയ്ക്ക് നിന്ന് ഒരാളുടെ നേരാവണ്ണം വർത്തമാനം പറയാനോ, ഒറ്റയ്ക്ക് നിന്ന് ഒരാളെ എതിരിടാനുള്ള മാനസികവും ശാരീരികവും ശേഷി ഉണ്ടാവണമെന്നില്ല. നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്കും രഞ്ജനെല്ലാം കണ്ടിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും. നമ്മളിനി അതിൽ നിന്ന് ഇങ്ങോട്ട് മാറി വരാം. ഈ മമ്മൂക്കയായിട്ട്
കഥ പറച്ചിൽ. അപ്പം നോർമലി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മമ്മൂക്കയോട് കഥ പറയുന്ന സമയത്ത് ആളിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നോക്കി ആ ഇങ്ങനെ ഇരിക്കും. പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുമെന്നുള്ള. അപ്പം ആ ഒരു കഥ പറച്ചിൽ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അതൊന്നും ഭയങ്കര അതങ്ങനെയല്ല. എനിക്കങ്ങനെ കഥ പറച്ചാൽ മമ്മൂക്കയായിട്ട് അങ്ങനെയല്ല ഉണ്ടായത്. ഞാനും മമ്മൂക്കയും ഒരു പടത്തിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു, പുത്തൻ പണം പുത്തൻ എന്ന പണം. സിനിമയിൽ. അപ്പോൾ അതിൻ്റെ സംഭാഷണം എഴുതുകയും, മമ്മൂക്കയെ ഞാൻ കാസർഗോഡുകാരനായതുകൊണ്ടും മമ്മൂക്ക കാസർഗോഡുകാരനല്ലാത്തതുകൊണ്ടും ആ സംഭാഷണം പഠിപ്പിക്കുകയും അത് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സ്നേഹപൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്ക് പുത്തൻ പണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മാസക്കാലത്തോളം രാവിലെ തൊട്ട് രാത്രി വരെ മമ്മൂക്കയോടൊപ്പമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചൊക്കെ ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കിലിരുന്നിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയല്ല, മമ്മൂക്ക അങ്ങനെ പിടിക്കുന്ന എനിക്ക് പറയുന്ന പോലെ അല്ലല്ലോ ആ സ്ലാങ്. അപ്പോൾ അതിന് ടെമ്പോയിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഡിക്കിയിലൊക്കെ ഇരുന്നിട്ട് പറയും. അപ്പോൾ പുള്ളിക്കാരൻ അകത്തിരുന്നത് പറയും. അങ്ങനെ പലയിടത്തും പല സ്ഥലങ്ങളിലും നമുക്കായിട്ട് 3 മാസം ഒന്നിച്ച് കഴിയാൻ ഉണ്ടായിട്ടുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് കൊല്ലത്ത് മാസ്റ്റർ പീസ് എന്ന സിനിമയുടെ ഷൂട്ട് എടുക്കും. അപ്പോൾ ഷൂട്ട് എടുക്കുമ്പോൾ ഞാൻ അന്ന് കൊല്ലം രാമൻകുളങ്ങര മാതൃഭൂമി ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. മമ്മൂക്ക ഉണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഞാനിവിടെ കൊല്ലത്തുണ്ട് അറിയാം. നീ ഇവിടെ എത്തിയോ? ഞാൻ പറഞ്ഞു. അപ്പോൾ ഡബ്ബിങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലായിരുന്നു, ഞാൻ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്, അന്ന് നീ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ കൊല്ലത്ത് SN കോളേജിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ പോയി ഭക്ഷണം കഴിച്ച് അപ്പോൾ കുടയും ചൂടിയിട്ട് നമുക്ക് കുട പിടിച്ചിട്ടുണ്ട്, വലിയൊരു കുട. എന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു, എന്തുണ്ട്, എങ്ങനെയുണ്ട്, അപ്പോൾ നീ ഇവിടെ, അപ്പോൾ എന്താ വന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, വെറുതെ വന്ന്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ആ കൊള്ളാലോ. വന്ന് എന്താണ് കഥ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോവലിൻ്റെ കഥ ഒരു 2 ലൈനിൽ പറയാൻ പറ്റുന്ന ഭാസ്കരൻ്റെ ഒരു പ്ലോട്ട് പറഞ്ഞു. അപ്പോൾ ഭാസ്കരനായിട്ട് ഞാൻ അഭിനയിക്കാം. അത് കുറേ വർഷം 2017 അപ്പം ഞാനിങ്ങനെ എന്ന് പറയുമ്പോൾ കാരണം അവനത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്നിട്ട് ശരി മമ്മൂക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുന്നു. പിന്നെ ആ സമയത്ത് ഞാനത് ഒരു സിനിമ ഫോർമാറ്റിലേക്ക് അത് ആലോചിച്ചിരുന്നില്ല. ഞാൻ നോവൽ എഴുതണം, കാരണം എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ഞാനത് എഴുതിക്കഴിഞ്ഞ് ഞാൻ നോവൽ ഇറങ്ങിയ സമയത്ത് രാജേഷ് മാധവൻ ഇറങ്ങുന്നതിന് മുമ്പേ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ വന്നിട്ട് എനിക്കത് വേണം ഷാജിയേട്ടാ. എൻ്റെ ഫ്രണ്ടാണ്, കോളേജ് കാലം തൊട്ടേയുള്ള സുഹൃത്താണ്. അപ്പം ഞാൻ പറഞ്ഞു, ഓൻ്റെ നാട്ടിൽ നടന്ന സംഭവം കൂടിയാണ്. അപ്പം ഞാൻ പൂർണ്ണ സമ്മതത്തോടെ ഞാനവിടെ എഴുതി കഴിഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾക്ക് എന്തായാലും എഴുതി തീർക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെയാണ്, എനിക്ക് തരും, കാരണം വേറെ ഞാൻ കൊടുക്കില്ല. അങ്ങനെ ഇത് വന്നിട്ട് രാജേഷ് മാധവൻ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത നമുക്ക് അറിഞ്ഞു. അപ്പോൾ എനിക്ക് മെസ്സേജ്, എന്താണ് മരണവശത്തിൻ്റെ കഥ, എനിക്ക് മരണവശം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തരാം. പിന്നെ ഞാൻ തിരക്കിലായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു തിരക്കില്ല, നമുക്ക് അല്ലേ തിരക്കില്ലാത്ത. നമുക്ക് പിന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത് നമ്മൾ വന്നിട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം ഈ ഞാറ്റുവേല എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇതിൽ ഞാനെൻ്റെ മമ്മൂക്കയുണ്ട്. ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ എന്നെ കണ്ടിട്ട് അടുത്തേക്ക് വിളിച്ചു വന്നു, എവിടെ മരണവംശം എന്ന് വേണ്ടി ചോദിച്ചു. അങ്ങനെ നമ്മൾ അത് കൊടുക്കാതിരിക്കുന്നത് സങ്കടകരമാണ് എന്നുള്ളൊരു കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നെ മറ്റേ ഒരു പടത്തിൻ്റെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് മുഖ്യടുത്ത് പോയി കൊടുത്ത് എൻ്റെ കഥയൊക്കെ പറഞ്ഞു, ഞാൻ വായിക്കാം പറഞ്ഞു. എന്താ ഈ പടം? പടം ആയില്ല. അപ്പോഴാണ് ഇവൻ പെണ്ണും ബ്രൂട്ടും ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ പടം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും, അവൻ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവനോടൊരു കഥ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ്. ചേട്ടാ, നോർമലി മമ്മൂക്കയാണെങ്കിലും ലാലേട്ടൻ അല്ലെങ്കിൽ ഫഹദ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംവിധായകരോട് പറയാറുണ്ട്, നമുക്കൊരുമിച്ചൊരു സിനിമ ചെയ്യണം എന്നൊരു എഴുത്തുകാരനോട്. അതും ചേട്ടനോട് 2 തവണ ഇങ്ങോട്ട് ചോദിക്കുന്നു, എവിടെ വരണം വംശം, എവിടെ വരണം. അപ്പോൾ ആ ഒരു മൊമെന്റ്. അല്ല, അതെന്താ വെച്ചാൽ എന്നോടൊരു സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ 3 മാസം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ഒരു ആളുകളെ അങ്ങനെ വെറുപ്പിക്കാൻ ഉള്ളൊരു അങ്ങനെ അതുകൊണ്ടായിരിക്കാം 3 മാസം നമ്മൾ ഒന്നിച്ചുണ്ടാവുകയും പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് അതിന്
എഫേർട്ട് എടുത്തിട്ട് നമുക്കറിയാം. പിന്നെ എൻ്റെ ഒരു പശ്ചാത്തലം അറിയാം, കഥാകൃത്താണ്. പിന്നെ കഥാകൃത്തുക്കളെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലിറ്ററേച്ചർ, കൾച്ചർ. അതുകൊണ്ട് എഴുത്തുകാരോടുള്ളൊരു ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനുഷ്യനാണ് MT വാസുദേവൻ നായർ. MTയോടൊക്കെ ഭയങ്കര കറകളഞ്ഞ ആരാധനയാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ആ ആ പാതയിൽ ഏറ്റവും അറ്റത്താണ് നമ്മൾ ചെറിയ ചെറുക്കൻ. അപ്പോൾ അവൻ്റെ നോവൽ ആ കഥയുടെ ഒരു വ്യത്യസ്തത കണ്ടിട്ടാവാം പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ എൻ്റെ പ്രത്യേകതയല്ല. ഇതിപ്പോ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു? അതൊക്കെ നിങ്ങൾ വഴി വെളിപ്പെടുത്താം. രാജേഷ് മാധവനും ഞാനും കൂടിയാണ് തിരക്കഥ എഴുതുന്നത്. കാരണം എനിക്കത് ഒറ്റയ്ക്കത് മാനേജ് ചെയ്യാൻ പാടാണ്. കാരണം അത് ഞാൻ ആ കഥ ഇറക്കി വെക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. പക്ഷെ അതുകൊണ്ട് എനിക്കത് തിരക്കഥ എഴുതുമ്പോൾ എല്ലാം വേണമെന്ന് എനിക്ക് തോന്നും. റൈറ്റർ എന്ന നിലയിൽ പലരെയും ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് അതിനോടുള്ള ഒരു സ്നേഹം കലർന്ന സ്വാർത്ഥത ഉണ്ടാവില്ല, കഥാപാത്രങ്ങളോടും കഥാപരിസരത്തോടും. അപ്പോൾ അത് എനിക്കത് തിരക്കഥ എഴുതുമ്പോൾ ഞാൻ കുറേ പേജ് എഴുതിപ്പോവും. അപ്പോൾ അത് വേണ്ട, അങ്ങനെയല്ല. അപ്പോൾ രാജേഷ് ഉണ്ടെങ്കിൽ അവൻ അനുഭവിച്ച ഒരു ജീവിത പശ്ചാത്തലം കൂടിയാണ്, കഥാപരിസരം കൂടിയാണ്. അപ്പോൾ അവനും ഞാനും കൂടി ഇരിക്കുമ്പോൾ ഒരു നല്ല തിരക്കഥ ഉണ്ടാകും, നല്ല സിനിമ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ഈ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വരുന്ന ഇതല്ലേ. അപ്പോൾ ഈ ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ കൂടുതലും മംഗ്ലീഷും ഒക്കെ കയറി വരുന്നുണ്ട്. പിന്നെ ഈ ജെൻസി, അപ്പോൾ കോഴിക്കോടുള്ള ജെൻസി യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ല കാസർഗോഡുള്ളവർ ഉപയോഗിക്കുന്നതല്ല കൊച്ചിയിലുള്ളതല്ല ട്രിവാൻഡ്രം. അപ്പോൾ പക്ഷെ നമ്മൾ മൂവീസ് എടുക്കുമ്പോൾ ആ മാറ്റം മൂവീസിലൊക്കെ കുറച്ച് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ഒരു മാറ്റം അത്ര ഉള്ളതായിട്ട് തോന്നില്ല. ഇപ്പോൾ പണ്ട് വളരെ വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ട് ബഷീറൊക്കെ വലിയ സെൻറ്റൻസിലൊക്കെ പ്രേമത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ഇമോജിയിൽ അത് ഒതുങ്ങുന്നുണ്ട്. അപ്പോൾ പുസ്തകങ്ങളിലും ഇനി ആ ഒരു മാറ്റം, അതായത് ഈ ഭാഷയിലുണ്ടായ ഈ ഒരു മാറ്റം, അതായത് എപ്പോഴും പ്രാദേശിക ഭാഷ എന്ന് പറയുമ്പം ഓരോ വാക്കുകൾ ആഡ് ഓണും ആയിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഉപയോഗിച്ച പല വാക്കുകളും ഇപ്പോൾ ഉപയോഗിക്കാതെ ആകുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എന്ത് തോന്നുന്നു ഇനി പുസ്തകങ്ങളിലും? അല്ല, എനിക്ക് എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും. കാരണം നറേഷൻ പിന്നെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ മരണവംശത്തിലെ ഭാഷയും വാക്കുകളും പ്രയോഗങ്ങളും എഴുതാൻ തോന്നുന്നത് എനിക്കറിയുന്നതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ മോള് ഇവിടെ കൊച്ചിയിലാണ് പഠിക്കുന്നത്. അവള് ജെൻസി ടേംസ് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളൊക്കെ ഇപ്പോൾ അവളുടെ കൂടെ കുറേ പോണി എന്ന് പറഞ്ഞിട്ട് മൈ നെയിം ഈസ് പോണി എന്നാണ് ഞാൻ ആ പാട്ട് പാടില്ല. പക്ഷെ അവൾ അതല്ല അച്ഛാ, കുറേ പ്രാവശ്യം എന്നെ പഠിപ്പിക്കാൻ നോക്കി. അപ്പോൾ ആ പോണി അങ്ങനത്തെയാണ് അവളുടെ. ഹാരി പോട്ടർ, പോണി, പിന്നെ പെപ്പ പിഗ്. അപ്പോൾ അവരുടെ ഒരു ലോകമുണ്ട്. അപ്പോൾ അവരുപയോഗിക്കുന്ന ഒരു ഭാഷ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമായിരിക്കും. ഇപ്പോൾ അവൾ 2ാം ക്ലാസ് ആയതുകൊണ്ട്. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 23-22 വയസ്സുള്ള ജെൻസി പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്. അവരുടെ കുറേ പ്രയോഗങ്ങളുണ്ട്. സിറ്റുവേഷൻഷിപ്പ്, പിന്നെ ബെഞ്ചിങ്, ബ്രെഡ്, അങ്ങനെ കുറച്ച് ഞാൻ പലതും പഠിക്കാൻ. പിന്നെ പൂക്കി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എങ്ങനെയാണ് പൂക്കി. അതെനിക്കറിയാം, പൂക്കി അറിയാം. ജെൻസി അങ്ങനെ കുറേ. അപ്പോൾ അവർ റൈറ്റേഴ്സ് ആണെങ്കിൽ, എല്ലാവരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിൽ അത് കൃത്യമായിട്ടും വരും. അതിപ്പോൾ അത് അവരുടെ പ്രായത്തിന് അങ്ങനെയല്ല, അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കഥകളായിട്ട് വരുമ്പോൾ, ഒരുപക്ഷെ ഞാൻ അത്തരത്തിലുള്ള കഥ എഴുതുമ്പോൾ ഇതൊക്കെ വരും. ഈ ഇമോജികളൊക്കെ വെച്ചിട്ട് എനിക്കൊരു കഥ എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി ഇവരെല്ലാം കൈകാലം പിടിച്ച് ഞാൻ അത്തരത്തിലുള്ള സംഭവം പഠിച്ചെടുക്കുകയും എഴുതുകയും ചെയ്യും. അത് നമ്മൾ എന്താണോ കഥ ആവശ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ എഴുതാൻ പോകുന്നൊരു അച്ഛൻ ഭൂതവും കുട്ടികളുണ്ട്. അതെന്ന് വെച്ചാൽ പ്രിയേസ് എന്ന് പറയുന്ന എഴുത്തുകാരി, പിന്നെ ഞാൻ എൻ്റെ മോളും ചെറുതും കൂടിയിട്ട് ഒരു പൂതം കളി കളിച്ചു. അതായത് ഒരു പുതപ്പ് തലയിലിട്ടിട്ട്, അപ്പോൾ ഇവള് പറയും അച്ചക. അപ്പോൾ ഞാൻ ഈ പുതപ്പിട്ടിട്ട് ഈ പുതപ്പിൻ ഇങ്ങനെ എന്നിട്ട് ഈ പുതപ്പിൽ ഇവരെ പിടിക്കും. എന്നിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ രണ്ടിനെ പിടിക്കും. മറ്റേനെ പിടിക്കാൻ പറ്റില്ല, ഇവളെ പിടിക്കുമ്പോൾ പൂതമായിട്ട് ഒന്ന് പിടിക്കുക. അപ്പോൾ പ്രിയേച്ചി പറഞ്ഞു, നീ അടുത്തൊരു പുസ്തകം എഴുതുക കുട്ടികൾക്ക് വേണ്ടി, അച്ഛൻ ഭൂതവും കുട്ടികളും. അത് നല്ല ടൈറ്റലല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കളമശ്ശേരി ഭാഗത്ത് ഒരു അച്ഛനും അമ്മയും മോളും താമസിക്കുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടമുണ്ട്. അവിടെ ഒരു ഭൂതത്തിന് 2 കുട്ടികളും. അപ്പോൾ ഈ ഭൂതം പറയുന്ന കഥയെല്ലാം ഈ മക്കൾക്ക് മടുത്തു. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടി പെപ്പ പിഗ് കാണുന്നു.
അപ്പോൾ ഈ ഭൂതം ഈ കഥയെല്ലാം കണ്ടിട്ട് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഉം. അങ്ങനെ ഈ കുട്ടിയും ഭൂതവും തമ്മിലുള്ള സൗഹൃദമാണ് ഈ കഥ. ഉം. അപ്പോൾ അതിൽ ഇതൊക്കെ വരും. ആ, അത് ശരി. പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു നോവൽ. അപ്പോൾ നമ്മളിതെല്ലാം ഞാൻ ഇന്നലെ മോളോട് ചോദിച്ചു, മോളെ ഇപ്പോഴത്തെ കാർട്ടൂണിൻ്റെ പേരെന്താ? അപ്പോൾ അവളൊരു 12 കാർട്ടൂൺ, പെപ്പ പിഗ്, മൈ നെയിം ഈസ് പോണി, മൈ നെയിം ഈസ് പോണി അല്ല പോണി, പിന്നെ എന്തെല്ലോ പറഞ്ഞു. അതായത് ഞാൻ പഠിക്കണതല്ലോ, പഠിക്കാൻ നാവിൽ വഴങ്ങുന്നില്ല. നമ്മൾ മലയാളം മീഡിയം ആയതുകൊണ്ടേ. ഉം. ചേട്ടാ, നമ്മുടെ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഇമാജിൻ ചെയ്തൊക്കെ വായിച്ചിട്ട് അത് മൂവി ആയി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര വലുതായിരിക്കും. അതെ. അപ്പോൾ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പം ഇടയ്ക്ക് കുറേ പുസ്തകങ്ങൾ മൂവി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഈ വായനക്കാരുടെ അവരുടെ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ അത്ര കണ്ട് ഇമോഷണലി അത് എടുക്കാറില്ല. കാരണം അല്ല, എടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ 18+ എന്ന ഒരു സറ്റയർ കഥയായിരുന്നു മാധ്യമവാഴ്ചപ്പോൾ വന്ന ഒരു അഡൽസ് ഓൺലി കളിക്കുന്ന തിയേറ്റർ ക്രിസ്ത്യൻ പള്ളിയാവുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യൻ പള്ളിയായ സമയത്ത് പള്ളിയിൽ അച്ഛൻ ഈ കുമ്പസാരെല്ലാം കേൾക്കുമ്പോൾ ഈ അഡൽസ് ഓൺലി സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ വന്നിട്ട് അശരീരിയായിട്ട് പറയും, തെറ്റ് ചെയ്യാത്തവരായിരുന്നില്ല. അപ്പോൾ ഈ മൈക്കിൾ അച്ഛൻ എന്ന് പറയുന്ന അച്ഛന് ഭയങ്കര മാനസിക സംഘർഷത്തിൽപ്പെടുകയും അയാൾ സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നതിലാണ് കഥ. ഭയങ്കര കോമഡിയാണ്. പക്ഷേ ഇത് KR മനോജ് എന്ന് പറഞ്ഞ മനോജേട്ടൻ കന്യാ ടാക്കീസ് എന്ന സിനിമയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറേ ഫെസ്റ്റിവലൊക്കെ IFFയിൽ ഉദ്ഘാടന ചിത്രമായിരുന്നു ഇന്ത്യൻ പനോരമയിൽ. അത് വളരെ സീരിയസ് ആയിട്ടാണ് ആ സിനിമ കഥയെ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ കഥ വായിച്ചവർക്ക് കിട്ടുന്ന എക്സ്പെക്ടേഷൻ ആയിരിക്കില്ല ആ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷാജിയേട്ടൻ അത് കുറച്ചും കൂടെ കോമഡി ആയിട്ട് നറേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ആത്യന്തികമായിട്ട് സിനിമ സംവിധായകൻ്റെ കലയാണ്. സ്ക്രിപ്റ്റ് ഈസ് ദെയർ, സ്ക്രിപ്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ സംവിധായകൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ ബോധമുണ്ടല്ലോ, ഇങ്ങനെയായിരിക്കണം എൻ്റെ സിനിമ എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇപ്പോൾ ആടുജീവിതം നോവലിനെ പോലെ എന്നെ ഇഷ്ടപ്പെടുത്തിയ സിനിമയാണ് ബ്ലസ്സി ആടുജീവിതം. കാരണം അതൊരു കൊമേഴ്ഷ്യൽ ലെവലിലാണ് ആടുജീവിതത്തെ ബ്ലസ്സി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ പെഡ്രോ പരോമൻ്റെ വുഹാൻ റൂഫ്ലോയുടെ പെഡ്രോ പരോമൻ അത് ഞാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സിനിമയായിട്ട് വരുമ്പോൾ അത്ര തന്നെ ബോധിച്ചില്ല. പക്ഷെ സരാമാവിൻ്റെ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന നോവല് ഗംഭീര നോവലാണ്. ബ്ലൈൻഡ്നെസ് സിനിമ അസാധ്യ സിനിമ, ഞാൻ ഞെട്ടിപ്പോയ സിനിമ. അപ്പം അത് നമുക്ക് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞാൽ ഇപ്പോൾ മരണവംശത്തിൻ്റെ എക്സ്പെക്ടേഷൻ ചിലപ്പോൾ മരണവംശത്തിൻ്റെ നോവലിനെക്കാട്ടിയും ഇരട്ടിയായിരിക്കും ആ സിനിമയിൽ നിന്ന് കിട്ടുന്നത്. ചിലപ്പോൾ അത്ര കണ്ട് കിട്ടുന്നില്ല. പക്ഷെ അതൊക്കെ അപ് ടു ഡയറക്ടർ എന്നാണ് അങ്ങനെയാണ് ഞാനതിനെ കൺസീവ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസീവ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മരണവംശം മൂവിയാകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ചേട്ടാ. പോവുകയാണ്. എല്ലാവിധ ആശംസകളും. പിന്നെ ഈ ഒരു സെഷന് ഇത്രയും നേരം സംസാരിച്ചതിനും ഇവിടെ വന്നതിനും ഒക്കെ ഒരുപാട് നന്ദി. ഏഷ്യയിലെ ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ മാഡിസം സാഹിത്യോത്സവത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. നന്ദി.